ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലാണ്. ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമ്മൾ നോക്കുമ്പോൾ താഷ്കണ്ടിലെ ടോപ്പ് സെക്കൻഡ് സിറ്റിയാണ് ബുഹാറ. ബുഹാറ നമുക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിലൂടെ തന്നെ ഒരു 3 ലൈൻ റോഡും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, അതായത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള വലിയ ഒരു സിറ്റിയാണ് നമുക്ക് ബുഹാറ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്ന ബുഹാറ സിറ്റി. ഈ ബുഹാറയിലോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ കുട്ടികളൊക്കെ വളരെ കുറവാണെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 300-ൽ പരം മലയാളി വിദ്യാർത്ഥികളുണ്ട്. ഓരോ ഇയറിലും 40-ഉം 50-ഉം ഒക്കെ ആയിട്ട് കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് കാണാൻ പറ്റും ബുഹാറ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ. ബുഹാറ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ക്യാമ്പസാണ്. സോ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമാണ്. ഇതിൻ്റെ പിന്നിൽ ഏക്കർ കണക്കിന് സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബുഹാറ യൂണിവേഴ്സിറ്റി അങ്ങനെ വലുതായി കിടക്കുകയാണ്. സോ ബുഹാറ യൂണിവേഴ്സിറ്റിയിൽ 3 നാഷണാലിറ്റി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കാണാം, പിന്നെ ബാക്കി എല്ലാ നാട്ടിലെയും ഫ്ലാഗും കാര്യങ്ങളൊക്കെ കാണാം. സോ ഇത്രയും നാഷണാലിറ്റി സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ കുട്ടികൾ ബുഹാറയിൽ പഠിക്കുന്നുണ്ട്. ബുഹാറയുടെ പ്രധാന അഡ്വാൻറ്റേജ് മറ്റ് യൂണിവേഴ്സിറ്റികളെ കമ്പയർ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പീസ്ഫുൾ ആയിട്ടുള്ള, താഷ്കണ്ടിന് അത്ര വലുപ്പമില്ലാത്തൊരു സിറ്റിയാണ്. സോ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലവ് വളരെ കുറവാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റു വലിയ വലിയ സിറ്റികളിലൊക്കെ കാണുന്ന പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. ഭയങ്കര ക്രൈം റേറ്റ്സ് കുറവ്, ഭയങ്കര സമാധാനാന്തരീക്ഷത്തിലുള്ള ഏറ്റവും നല്ലൊരു സിറ്റിയാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ബുഹാറ യൂണിവേഴ്സിറ്റി. സോ നമ്മൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. സോ നമ്മൾ ആദ്യം വരുമ്പോൾ നമുക്ക് ആ സൈഡിൽ ഗാർഡൻ കാണാം, അവിടെ സ്റ്റുഡൻസ് പഠിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ കാണാം. ഈ സൈഡിലും ഒരു ഗാർഡൻ സെറ്റപ്പ് കാണാം. പിന്നെ ഇത് മെയിൻ എൻട്രൻസ് ആണ്. സോ നമ്മൾ സത്യത്തിൽ വിദേശത്തുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ മോശമാണ്, ഒരു ബിൽഡിംഗ് ആണ്, ക്ലിനിക്കലില്ല, പ്രാക്ടീസ് ഇല്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയില്ല. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നോക്കി നോക്ക്, നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിനേക്കാളും ഒരുപാട് വലിപ്പമുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ ബുഹാറയിലുള്ളത്. ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അൺഫോർച്ചുനേറ്റ്ലി അത് വർക്ക് ചെയ്യുന്നില്ല. അടുത്ത ഇൻടേക്ക് ആകുമ്പോഴേക്കിനും വർക്ക് ചെയ്യുമായിരിക്കും. സോ നിങ്ങൾക്ക് നേരെ വന്നോളൂ. നിങ്ങൾക്ക് ഇവിടെ പല സ്ഥലത്തും അബു അലി ഇബിൻ സിനോ എന്ന് പറയുന്ന ആളെ കാണാൻ പറ്റും. അദ്ദേഹം മോഡേൺ മെഡിസിൻ്റെ ഹെഡായിട്ടാണ്. അതായത് ബുഹാറയിൽ ഇപ്പോൾ ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴും ഈ അബു അലി ഇബിൻ സിനോ എന്നുള്ളതിൻ്റെ ഫോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സോ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് എന്തായാലും എൻട്രൻസിൽ കയറി വെക്കാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്കെച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇത് സത്യത്തിൽ പേരൻസ് കാണേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുട്ടികൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒന്ന് ടോപ്പ് വ്യൂ എടുക്കൂ, നമുക്ക് നോക്കൂ എന്ത് വിപുലീകരിച്ചിട്ടുള്ള. അതായത് ഫ്രണ്ടിൽ നമ്മളിത് കാണുന്നത് ഇത്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ വേറെ ബിൽഡിങ്, പിന്നെ ബാക്കിൽ ഹോസ്പിറ്റൽ സമുച്ചയങ്ങളും ഹോസ്റ്റൽസുമാണ് ഉള്ളത്. പിന്നെ അനാട്ടമി ലാബ്, ക്ലിനിക്കൽ സെൻറ്റേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് ഇത് മൊത്തത്തിലൊരു 10-20 ഏക്കർ നീളത്തിൽ കിടക്കുന്ന വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ മെയിൻ എൻട്രൻസിൻ്റെ ഉള്ളിലുള്ള മെയിൻ ക്യാബിനിലോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പരിചയപ്പെടുത്തി തരാം. ഇങ്ങോട്ട് വരും. അതായത് ഇത് യൂണിവേഴ്സിറ്റിയുടെ ഒരു വാക്കിംഗ് ആണ്. അതായത് വളരെ വലിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ, അതായത് ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ കാണുന്ന പോലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ലൊക്കേഷൻ, അതായത് എവിടെ നിൽക്കണമെന്നുള്ളതിൻ്റെ ലൊക്കേഷൻ കൊടുക്കണമെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എത്ര വലുപ്പമുള്ളതായിരിക്കണം. അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഷോപ്പിംഗ് മാളിൻ്റെ പോലെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്ന സ്ഥലം വെക്കണം എന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എത്ര വലുതായിരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും. പിന്നെ നമുക്ക് വെൻഡിങ്ങിൻ്റെ മെഷീൻ കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ എയർപോർട്ട്സിലൊക്കെ ഉണ്ട്, ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ സർവ്വസാധാരണമാണ്. കുട്ടികൾ ക്ലാസ് കഴിഞ്ഞാൽ വെള്ളം എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ, കുറച്ച് പേരുടെ എക്സാംസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ട് വീഡിയോ എടുക്കൽ പോസിബിൾ അല്ല. പിന്നെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഒക്കെ കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ നമുക്കൊരു എക്സാമിനേഷൻ ഹാള് കാണാം. എക്സാമിനേഷൻ ഹാള് നമുക്ക് കാണാൻ പറ്റും. അവിടെ ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതൊരു ലെക്ചർ റൂമാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ. സോ ലെക്ചർ റൂം എന്ന് എടുക്കൂ. ലെക്ചർ റൂമാണ് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ. ഓക്കെ, സോ ക്വയറ്റാണ്, കുട്ടികൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ബുഹാറയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെൽക്കമിങ് ആണ് പീപ്പിൾ. അതായത് ഒരു റേസിസോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് തന്നെ പറയാം.
പിന്നെ ഇത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഓഫീസ് കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ക്ലിനിക്കൽ ലബോറട്ടറി. അതായത് നമുക്ക് ബുഹാറയിൽ പ്രാക്ടിക്കൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്, അതായത് മെഡിക്കൽ പ്രാക്ടിക്കലോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഫ്രണ്ടിലത്തെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ബിൽഡിംഗ്. ആദ്യത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ് ക്ലിനിക്കൽ ലബോറട്ടറിയാണ്, അതായത് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ അതായത് യൂണിവേഴ്സിറ്റിയുടെ സ്ട്രക്ചറിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള ഒരു ക്ലിനിക്കൽ ലബോറട്ടറി സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബുഹാറനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രാക്ടിക്കൽസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ബുഹാറയിൽ വൺ ഓഫ് ദ മെയിൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് ഈ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ മോസ്റ്റ് ഓഫ് ദ കേസസും ആക്സിഡൻറ്റ് കേസസും ഒക്കെ വരുന്നത് ബുഹാറയ്ക്കാണ്. സോ ഇവിടെയുള്ള കുട്ടികൾക്ക് പ്രാക്ടിക്കലിൻ്റെ കാര്യത്തിൽ എന്ത് വേണ്ട, ഒരു ഡൗട്ടോ സംശയമോ ഒന്നും വേണ്ട. ഇനി നമുക്ക് നേരെ അടുത്ത വേദിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലോട്ടാണ് പോകുന്നത്. അതായത് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നോക്കൂ, പവർ ബാങ്ക്സിൻ്റെ സെൻറ്റർ, കുട്ടികൾക്ക് പവർ ബാങ്ക് എടുക്കാനുള്ള ഫെസിലിറ്റി. പിന്നെ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉൾവശത്തിലുള്ള ഒരു കോറിഡോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് വശത്തിലോട്ട് പോവുകയാണ് യൂണിവേഴ്സിറ്റിയുടെ. സോ അവിടെയുള്ള ക്ലിനിക്കൽ ലബോറട്ടറീസും മറ്റു ഫെസിലിറ്റീസും നമുക്ക് കാണാൻ ശ്രമിക്കാം. നമ്മൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഇവിടെയാണ് കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറമണിയും കുട്ടികളുടെ ഫ്രഷേഴ്സ് പാർട്ടിയും മറ്റു കാര്യവും. സോ അതിവിപുലമായിട്ടുള്ള, അതായത് ക്യാമ്പസിൻ്റെ അത്ര തന്നെ വലുപ്പമുള്ള കോകരിക്കുലർ ആക്ടിവിറ്റീസ്, അതായത് ഇന്ത്യൻ പ്രോഗ്രാംസും ഡാൻസിലും പാട്ടിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പം ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. ഓക്കെ, നമ്മൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും റെക്ടേഴ്സ് ഓഫീസ് ഉണ്ട്, അവിടെ ഡീനിൻ്റെ ഓഫീസുണ്ട്. സോ നമുക്കിവിടെ കാണാൻ പറ്റും വളരെ വിപുലമായിട്ടുള്ളൊരു മാപ്പൊക്കെ കാണാം. ഇവിടെ കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്യാണ്, കാരണം ഇന്നിപ്പോൾ എക്സാം നടക്കുകയാണ്. നമുക്ക് ഡീൻ ഓഫീസിൽ പോയി കാണാൻ പറ്റും, പക്ഷേ പുള്ളി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വരുന്നത്. സോ ആദ്യം വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങി, കാരണം ഇത് കഴിഞ്ഞിട്ട് ഇന്ന് നൈറ്റ് താഷ്കണ്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറേണ്ടതുണ്ട്. സോ അത് കാരണം കാര്യങ്ങളൊക്കെ ഒന്ന് റഷാക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ബുഹാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 3rd ഫ്ലോറിലാണുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇതിൻ്റെ ഒരു വലിപ്പം കാണണമെങ്കിൽ ഞാൻ താഴത്തുനിന്ന് നിങ്ങൾക്കൊരു ഡയഗ്രാം കാണിച്ചു നോക്കണം. ഇവിടുന്ന് നമുക്ക് ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയഗ്രാം കാണാൻ പറ്റും. അതായത് ഫ്രണ്ട് റോയിലുള്ള ആ ബിൽഡിങ്ങിലാണ് നമ്മളുള്ളത്. അതിൻ്റെ താഴെ കാണുന്നത് ക്ലിനിക്കൽ ലബോറട്ടറി, അതിൻ്റെ ബാക്കിൽ ഫുട്ബോൾ ഗ്രൗണ്ട്, അത്ലറ്റിക് ഗ്രൗണ്ട്, അതിൻ്റെ തൊട്ട് ബാക്കിൽ അവരുടെ ഹോസ്റ്റൽസ് കാര്യങ്ങളൊക്കെ, പിന്നെ ഒത്തിരി ക്ലിനിക്സും കാര്യങ്ങളും പ്രാക്ടിക്കൽസും പാർക്സും ഒക്കെ ബുഹാറയുടെ ഉണ്ട്. സോ ബുഹാറയുടെ ഏറ്റവും വലിയ സ്ട്രക്ചർ നമുക്കിവിടെ താഴെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും, അതായത് നമ്മളെ നാട്ടിലത്തെ ഒരു മെഡിക്കൽ ക്യാമ്പസിനകത്ത് മാപ്പ് ഡയഗ്രാം വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എത്ര വലുതായിരിക്കും ആ ഒരു ക്യാമ്പസ്. നമ്മൾ ബുഹാറയുടെ 4th ഫ്ലോറിലോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അതായത് ഓരോ രീതിയിലുള്ള ഇവിടുത്തെ ചരിത്ര പുരുഷന്മാർ. സോ നമുക്കിത് മുഗൾ ആൾക്കാരായിട്ട് നല്ല രീതിയിൽ സാമ്യത വരുന്നതാണ് ഇവിടുത്തെ ആർക്കിടെക്ചേഴ്സും ഇവിടുത്തെ ആൾക്കാരും ഒക്കെ. അബു അലി ഇബ്നു സിനോ, പിന്നെ അബു അബ്ദുള്ള മുഹമ്മദിൻ മൂസോ അൽ ഹൊറാസ്മി. അതായത് നമുക്ക് ഈ മുഗൾ സാമ്രാജ്യത്തിനോട് തോന്നിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും ആർക്കിടെക്ചർ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ബുഹാറയിലുള്ളത്. പിന്നെ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ 4th ഫ്ലോറിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ലാബ് സ്ട്രക്ചർ കാണാൻ പറ്റും. സോ നിങ്ങൾക്കിത് കാണാൻ പറ്റും, ലാബും കാര്യങ്ങളും. പിന്നെ ഈ സൈഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഈ സൈഡിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഒറിജിനൽ ബോഡി പാർട്സൊക്കെ സ്പെറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഇവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മാത്രമാണോ ക്ലിനിക്ക് എന്ന്. ഒരിക്കലുമല്ല. ഇവിടെ ആക്ച്വലി ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ ഇവിടെ നിയർ ബൈ യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഹോസ്പിറ്റൽസിലാണ് ക്ലാസ് ഉണ്ടാവുക. സോ ഫസ്റ്റ് ഇയറിൽ തന്നെ നാട്ടിൽ ആരെങ്കിലും പറയണം ഒറിജിനൽ ബോഡി അല്ല ഡമ്മി വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയണം, അല്ലെങ്കിൽ കടാവർ ഇല്ല എന്നൊക്കെ പറയുന്നതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ഓരോ ബോഡി പാർട്സും അവർ സ്പിറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കടാവർ അവൈലബിൾ ആണ്, അത് ഹോസ്പിറ്റലിലാണ്. സോ ഇതാണ് അനാട്ടമി ലാബ് വരുന്നത്. സോ ഒരു ക്ലാസ്സിൽ ഇത്രയും ചെയേഴ്സ് ഉണ്ടെങ്കിലും ഒരു ക്ലാസ്സിൽ 10-12 പേര് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ
നമ്മളിപ്പോൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലോട്ട് പോവാണ്. അതായത് നമുക്കിവിടെ സ്റ്റഡി റൂം കാണാൻ പറ്റും, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, സ്റ്റഡി റൂംസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പിന്നെ അനാട്ടമിയുടെ ഓരോ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരച്ച് ഇട്ടിട്ടുണ്ട്, അതായത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നേരത്തെ പോയ പോലെ ആ സൈഡിലൊരു ക്ലിനിക്കൽ ലബോറട്ടറിയാണ് നമുക്ക് കാണാൻ പറ്റുക. സോ അപ്പോൾ ഇനി നമുക്ക് താഴത്തെ നിലകളിലോട്ട് പോകാം. ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മെഡിക്കൽ കെമിസ്ട്രി, അതായത് ബയോ കെമിസ്ട്രി കാണാൻ പറ്റും. അതായത് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ചിലപ്പോൾ ഒരു ഫ്ലോറിൽ തന്നെ 2 or 3 റൂമിലാവും സംവിധാനപ്പെടുത്തിയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു ഫ്ലോർ മൊത്തം അങ്ങോട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ്. സോ അതിവിപുലമാണ് ബുഹാറ. അപ്പോൾ നമ്മൾ ബുഹാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഒരു മലയാളി സ്റ്റുഡൻറ്റിനെ കാണാം. പേരെന്താണ്? എൻ്റെ പേര് അഷ്മൽ. അഷ്മിൻ. നാട്ടിലെവിടെയാണ്? കാസർഗോഡ്. ഓക്കെ. എങ്ങനെയുണ്ട് ബുഹാറ? എങ്ങനെ? ഞാൻ ബുഹാറ മൊത്തത്തിൽ അടിപൊളിയാണ്. ഒരു സൈലന്റ് പീസ് കാം സിറ്റിയാണ്. കാംഫുൾ ഏരിയയാണ്. ഓക്കെ. ഇവിടെ എങ്ങനെ പ്രാക്ടിക്കൽസ് ക്ലിനിക്സ് ഒക്കെ എങ്ങനെ കിട്ടുന്ന യൂണിവേഴ്സിറ്റിയിൽ? നമുക്ക് ഫസ്റ്റ് ഇയറിൽ 4 സബ്ജക്റ്റ് ഉണ്ട് പ്രാക്ടിക്കൽസിനായിട്ട്. അത് മൊത്തത്തിൽ അടിപൊളിയാണ്. ബുഹാറിലുള്ള ചുറ്റുപാടത്തിലെ ഹോസ്പിറ്റലിലെല്ലാം നമുക്ക് ക്ലിനിക്കൽസ് കിട്ടിയിട്ടുണ്ട്. മലയാളികൾ എങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ മൊത്തം എത്ര പേരുണ്ടാവും മലയാളികൾ? ബുഹാറയിൽ മാത്രം ഓൾമോസ്റ്റ് ഒരു 300+ മലയാളികളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ FMG പാസ് ഔട്ട് ഉള്ളത് ബുഹാറയിൽ നിന്നാണ് അല്ലേ? ഓക്കെ, ശരി. പിന്നെ ഇവിടെ താമസം എങ്ങനെ? യൂണിവേഴ്സിറ്റി ഹോസ്റ്റലാണ്? യൂണിവേഴ്സിറ്റി ഹോസ്റ്റലുണ്ട്. യൂണിവേഴ്സിറ്റി തൊട്ട് കേരള ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്? കേരള മെസ് അവൈലബിൾ ആണ്. മൊത്തത്തിൽ ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ശരി.